വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് റോസ്മലയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും മൂലം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം ചില സാമൂഹ്യ വിരുദ്ധരുടെ സഹായത്തോടെ റോസ്മല നിവാസികളുടെ സർവീസ് സഹകരണ ബാങ്ക് വോട്ടവകാശം നഷ്ടപ്പെടുത്തുകയും ഇടതുപക്ഷത്തെ കരുതേച്ചു കാട്ടുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുകയും റോസ്മല നിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് റോസ്മലയിൽ യോഗം സംഘടിപ്പിച്ചത്. റോസ്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ പി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഈ പ്രദേശത്ത് CPM-നെ പോലെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും 32 ആളുകൾ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയും തുടർന്ന് കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ പങ്കെടുത്ത് ഒരു യോഗം നടക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ഈ റോസ്മലയ്ക്ക് വെളിയിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. നിരന്തരം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ 32 ആളുകൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ആ കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് ജനങ്ങളോട് പറയുന്ന ഒരു അങ്ങനെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. മത്തായി തോമസ്, PD സുന്ദരേശൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത ആര്യങ്കാവ്.